പ്രതികൂട്ടിലാകുന്ന എങ്ങനെയാണ്? മതേതരത്വം എന്ന് പറഞ്ഞാൽ CPM പറയുന്നില്ലേ, കോൺഗ്രസ് പറയുന്നില്ലേ? അല്ല, BJP ഒരു മതേതരമല്ല എന്ന് അത് ജനങ്ങൾ പറയുന്നതല്ലേ, അല്ലാതെ അല്ല. ശരിക്കും മതേതരത്വവും ജനാധിപത്യവും അതല്ലേ നമ്മുടെ നെടുംതൂണുകൾ. BJPക്കെതിരെ എന്ന് പറയാൻ പറ്റില്ല. ഈ മതേതരത്വം എന്നുള്ള വാക്കുകൊണ്ട് താങ്കൾ ഇല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. BJPക്കെതിരെയെന്നോ ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെയെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ആ രണ്ട് ഇതും ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ജനാധിപത്യം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്, മതേതരത്വം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഉള്ള അർത്ഥത്തിൽ പറഞ്ഞത്. ഏതെങ്കിലും ഒരു പാർട്ടിയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കേരളത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പ് പുതുതായി ഉണ്ടാകും സാർ? ഈ BJP ഒക്കെ കൂടെ സീറ്റുകൾക്ക് വേണ്ടി വലിയ ശ്രമം നടത്തി. ഇന്നലെ സുരേഷ് ഗോപി തന്നെ അങ്ങേ കണ്ട് വരികയൊക്കെ ചെയ്തിരുന്നു. അതെല്ലാവരും വന്ന് കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഇതേ പറഞ്ഞോളൂ. സമദൂരമാണ് ഞങ്ങൾക്ക്. ഇഷ്ടമുള്ളവർക്ക് ഞങ്ങളുടെ ആളുകൾക്ക് വോട്ട് ചെയ്യാം. അവർ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള ആളുകളാണ്. ആളുകളെ നോക്കി വേണ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ രാജ്യത്തിന് ഗുണകരമായ ആളുകളെ അവർക്ക് ഇഷ്ടമനുസരിച്ച് ജയിപ്പിക്കാൻ അല്ല വോട്ട് ചെയ്യാൻ ഉള്ള ഒരു ആഹ്വാനമാണ് NSS. അത് രേഖാമൂലമല്ല, മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്.